നമസ്കാരം. PM ഫൗണ്ടേഷനും മാധ്യമവും മീഡിയയായിട്ട് നടത്തുന്ന ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ എക്സാമിനേഷൻ്റെ ചീഫ് സൂപ്പർവൈസറായിട്ടാണ് ഞാൻ ഇന്നിവിടെ ഇരിക്കുന്നത്. JDT Islam HSS അൺഎയ്ഡഡിൻ്റെ പ്രിൻസിപ്പളാണ് ഞാൻ. ഈ വർഷം 2025 മാധ്യമവും PM ഫൗണ്ടേഷൻ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ സെൻ്റർ ആയിട്ടുള്ള ഈ സ്ഥാപനത്തിൽ 955 പേർ എക്സാമിനേഷനായിട്ട് നമുക്ക് എൻറോൾ കിട്ടിയതായിരുന്നു. അതിൽ ഏകദേശം 40% കുട്ടികൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഇത്രയും വലിയ ഒരു സ്ഥാപനത്തിൽ തന്നെ ഇത്രയും കുട്ടികൾക്ക് ഒരു വെന്യൂ ആയി ഈ സ്ഥാപനം തിരഞ്ഞെടുത്തത് വളരെ സന്തോഷം തോന്നുന്നു. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ മകളെ പഠിക്കുന്നത് കൊയിലാണ്ടി ഗവൺമെൻറ് മാപ്പിള സ്കൂളിലാണ്. അപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സ് പറഞ്ഞു ഇതേക്കുറിച്ച് PM ഫൗണ്ടേഷനെ പറ്റിയിട്ട്. അപ്പോൾ അങ്ങനെ രജിസ്റ്റർ ചെയ്തു. അങ്ങനെ ഇന്ന് വന്നിരിക്കുകയാണ്, എക്സാമിന് വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ മകളും അവളുടെ കൂടെ 10th ഫുൾ A+ വാങ്ങിയ അവളുടെ ഫ്രണ്ട്സോടും ഒരുമിച്ചാണ് ഞങ്ങൾ എൻ്റെ വണ്ടിയിൽ തന്നെയാണ് വന്നത്. അപ്പോൾ അവർ എക്സാം എഴുതാൻ വേണ്ടി എക്സാം ഹാളിൽ പോയിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യാമെന്ന്. ഞാൻ ഈ എക്സാം അറിഞ്ഞത് സ്കൂളിൽ നിന്ന് പ്രിൻസിപ്പള് പത്രത്തിൻ്റെ ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിലിട്ടിരുന്നു. അങ്ങനെയാണ് എക്സാമിൻ്റെ പേര് അറിഞ്ഞത്. അങ്ങനെ തന്നെ എക്സാം രജിസ്റ്റർ ചെയ്ത്. എൻ്റെ മോള് പേര് റസ ഫാത്തിമ എന്നാണ്. അവൾക്ക് 97 മാർക്കുണ്ട്. അപ്പോൾ അങ്ങനെ എക്സാം എഴുതിയ കുഴപ്പമെല്ലാം തോന്നി അങ്ങനെയാണ് എക്സാമിന് വന്നത്. ഇവിടെ 11 മണിക്ക് എക്സാം തുടങ്ങി. 1 മണിക്ക് കഴിയുന്ന പ്രതീക്ഷയോടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ ഒരു എക്സാം അറിഞ്ഞതിൽ തന്നെ വലിയ സന്തോഷം. ഒരുപാട് പേരൻ്റ് പഠിപ്പിക്കാൻ കഴിയുന്നവരും കഴിയാത്തവരും ഒക്കെ സ്ഥിതിക്ക് നമുക്ക് എന്തെങ്കിലും ഒരു സഹായം കിട്ടുകയാണെങ്കിൽ ആ കുട്ടീനെ ഒരു വിദ്യാഭ്യാസത്തിന് ആ ക്യാഷ് ഉപയോഗിച്ച് ഒരു വലിയൊരു ആശ്വാസം ആ രക്ഷിതാക്കൾക്ക് ഉണ്ടാവുന്നില്ല. വലിയൊരു സന്തോഷമാണ് അത് കേട്ടപ്പോൾ തോന്നിയത്. ഇവിടെ വന്നു ഇരിക്കുന്ന കുറേ പേരൻ്റുകളും രക്ഷിതാക്കളും ഒക്കെ ആ സന്തോഷത്തിൽ തന്നെയാണ്. അപ്പോൾ മോൻ എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് ഒരുപാട് പാരൻസിൻ്റെ കുട്ടികളിവിടെ എഴുതുന്നുണ്ട്. ഇങ്ങനെ ഒരു ഇത് കിട്ടിയപ്പോൾ ഞങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഈ പരീക്ഷയെപ്പറ്റി അറിഞ്ഞത് വാട്സപ്പ് ഗ്രൂപ്പ് വഴിയാണ്. അപേക്ഷിച്ചു. 2 പേരും പരീക്ഷ എഴുതുന്നുണ്ട്. 2 കുട്ടികൾ പരീക്ഷ എഴുതുന്നുണ്ട്. 10ാം ക്ലാസ്സിലെ സിലബസാണെന്ന് മനസ്സിലാക്കുന്നു. ഒരുവിധം കുഴപ്പമില്ലാതെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നല്ലതായിട്ട് എഴുതാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ കൊയിലാണ്ടിയിലുള്ള ICS സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഫുൾ A+ കിട്ടി. ഇപ്പോൾ 10th കഴിഞ്ഞിട്ടുള്ള ടാലൻറ്റ് സെർച്ച് എക്സാമിൻ്റെ PM ഫൗണ്ടേഷനെ പറ്റിയിട്ട് ഒരു റീലിന് ഓൺലൈൻ ട്യൂഷൻ സെൻറ്റേഴ്സിൻ്റെ ഒരു റീലിന് പരിചയപ്പെട്ടിട്ടാണ് ഞാൻ ഗൂഗിളിൽ കയറിയിട്ട് ഫില്ലൊക്കെ ചെയ്ത് രജിസ്റ്റർ ചെയ്തത്. അങ്ങനെ ഇന്നിപ്പോൾ ഇവിടെ എക്സാമിന് വന്നു. വളരെ നല്ലൊരു എക്സാം എന്നാണ് പറയേണ്ടത്. അവിടുത്തെ ടീച്ചേഴ്സ് ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവ് ആണ്. അതുപോലെ തന്നെ നമ്മളെ 10th പഠിച്ച ഈ ഒരു സിലബസും പിന്നെ കുറച്ച് GK ജനറൽ നോളജൊക്കെയാണ് എക്സാമിൻ്റെ ഇതൊക്കെ വന്നിട്ടുള്ളത്. ഭയങ്കര നല്ലൊരു എക്സാമാണ്. ഞാൻ അത് കിട്ടട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു. എൻ്റെ പേര് ജന്ന. ഞാൻ എക്സാമിനെ കുറിച്ച് അറിഞ്ഞത് മാധ്യമത്തിൻ്റെ പത്രം വായിച്ചിട്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ എളുപ്പമായിരുന്നു. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് ഓപ്പർച്യൂണിറ്റി ഫോർ സ്റ്റുഡൻസ് ടു അവർക്ക് കുറച്ചും കൂടി സ്വന്തമായിട്ട് രീതിയിൽ പൈസ ഉണ്ടാക്കി പഠിക്കാനും അങ്ങനെ സ്കോളർഷിപ്പ് കിട്ടാനും അറ്റ് ദ സെയിം ടൈം നല്ല രീതിക്ക് അവരുടെ ടാലൻസും ബാക്കി കുട്ടികളുടെ കോമ്പറ്റീഷനും മനസ്സിലാക്കാനും ഒരു ഓവറോൾ എല്ലാവരും തമ്മിലുള്ള കോമ്പറ്റീഷനൊക്കെ മനസ്സിലാക്കാനും നല്ല ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. സോ താങ്ക് യു ടു PM ഫൗണ്ടേഷൻ ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. എൻ്റെ പേര് ഫിദിൻ ഫിറോസ്, കണ്ണൂർ ജില്ലയിൽ നിന്നായിരുന്നു. PM ഫൗണ്ടേഷനെ പറ്റി അറിഞ്ഞത് ഉമ്മ പണ്ട് ഡിഗ്രി എഴുതിയപ്പോൾ PM ഫൗണ്ടേഷന് ഇതിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വഴി എൻ്റെ സമയമായപ്പോൾ ഞാൻ 10ാം ക്ലാസ് രജിസ്റ്റർ ചെയ്തതാണ്. എക്സാം വലിയ കുഴപ്പമില്ലായിരുന്നു. എക്സാംസ് 10th പോർഷൻസ് തന്നെയായിരുന്നു ക്വസ്റ്റ്യൻ വന്നത്.
എൻ്റെ പേര് ഇസ്രജാൻ. ഞാൻ ആനങ്ങാടിൽ നിന്നാണ് വരുന്നത്, മലപ്പുറം ജില്ലയിൽ നിന്ന്. വാട്സപ്പിൽ കണ്ടിട്ട് ഇമ്മ അങ്ങനെ അപ്ലൈ ചെയ്ത് കണ്ട് അങ്ങനെ വന്നതാണ്. കുഴപ്പമില്ലാത്ത എക്സാം ആയിരുന്നു. എല്ലാവർക്കും നല്ലൊരു ആയിരിക്കും, ഫ്യൂച്ചർക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു എക്സാം. എൻ്റെ പേര് സാൻഡ്രിയ എം. ഇത് പ്രാർത്ഥന. ഇവള് ആണ് എൻ്റെ രജിസ്റ്റർ ചെയ്തത്. ഇവള് പറഞ്ഞിട്ടാണ് ഇതിന് വന്നത്. എക്സാം അടിപൊളിയായിരുന്നു. കുറെ ഞങ്ങൾ സ്റ്റേറ്റ് ആയതുകൊണ്ട് കുറെ CBSE ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, എഴുതിക്കുന്നു അല്ലേ, കുഴപ്പമില്ല. ഹായ്, ഞാൻ ഹിബ. കോഴിക്കോട് ബേപ്പൂരിൽ നിന്ന് വരാണ്. ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഞാൻ PM ഫൗണ്ടേഷനെ പറ്റി പറഞ്ഞത്. ഉമ്മ പറഞ്ഞപ്പോൾ ജസ്റ്റ് ട്രൈ ആക്കി നോക്കിയതാണ്. എക്സാം കുഴപ്പമില്ല. നമ്മൾ 10th പഠിച്ച ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ വന്നത്. പിന്നെ ജനറൽ നോളേജും കുഴപ്പമില്ല, എഴുതിക്കുന്നു.